ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ. ഡൽഹിയിലെ കനത്ത മഴയെ അവഗണിച്ച് നിരവധി പ്രവർത്തകരാണ് തിഹാർ ജയിലിന് മുന്നിലും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലും തടിച്ചുകൂടിയത്. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും പടക്കങ്ങൾ പൊട്ടിച്ചും അവരുടെ പ്രിയപ്പെട്ട നേതാവിന്റെ മടങ്ങിവരവ് ആം ആദ്മി പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, ഹരിയാനയിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. 90 സീറ്റുകളിലാണ് ഇത്തവണ ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ മത്സരിക്കുന്നത്. അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. പ്രധാനമായും പഞ്ചാബുമായും ഡൽഹിയുമായും അതിർത്തി പങ്കിടുന്ന ചില നിർണായകമായ സീറ്റുകൾ ഹരിയാനയിലുണ്ട്. ഈ സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു വേരോട്ടം അല്ലെങ്കിൽ ശക്തി തെളിയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഓരോ ആം ആദ്മി പ്രവർത്തകരും കരുതുന്നത്. ഈ വർഷം മാർച്ച് 21-നാണ് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ ആദ്യം ED അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് CBI ജൂൺ 26-ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിലെല്ലാം ചില വിമർശനങ്ങൾ ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. 2-അംഗ ബെഞ്ചാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. അതിൽ ഭിന്നവിധി ഉണ്ടായെങ്കിലും രണ്ടാമത്തെ വിധിയിൽ അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം നൽകുന്ന ചില പരാമർശങ്ങളുണ്ട്. അതിൽ പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഒരുപക്ഷെ ED അറസ്റ്റ് ചെയ്ത നാളുകൾക്കിപ്പുറമാണ് CBI കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും നാളും എന്തുകൊണ്ട് CBI അറസ്റ്റ് ചെയ്യാൻ വൈകി? കഴിഞ്ഞ 2 വർഷമായി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ CD കേസിൽ ജാമ്യം ലഭിക്കുമെന്നൊരു ഘട്ടമെത്തിയപ്പോൾ മാത്രമാണ് CBI അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നൊരു വിമർശനം ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിൽ ദുരൂഹത സംശയിക്കുന്നതായും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. ഈ പ്രധാനമായും ഈ അന്വേഷണ ഏജൻസികൾ എടുക്കുന്ന കേസിൽ നടപടികൾ പൂർത്തിയാകുന്നത് അത് കുറ്റാരോപിക്കുന്ന ആൾക്ക് ശിക്ഷയായി കണക്കാക്കാൻ സാധിക്കില്ല. ഇതിനുവേണ്ടിയുള്ള നടപടികൾ കോടതി സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കി. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുകയാണ്. വലിയ രീതിയിൽ ആശ്വാസം ആം ആദ്മി പാർട്ടിക്കുണ്ട്. പ്രധാനമായും അവരുടെ ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ നിരവധി നേതാക്കളെയാണ് ഈ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത്. ആ നേതാക്കളെല്ലാം ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു. ആം ആദ്മി പാർട്ടി എങ്ങനെ തുടങ്ങിയോ ആ ഒരു നിലയ്ക്ക് ആം ആദ്മി പാർട്ടി മടങ്ങിയെത്തിയിരിക്കുന്നു. നിരവധി നേതാക്കൾ, പ്രധാനമായും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, അതുപോലെ തന്നെ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, ഡൽഹി മന്ത്രി അതിഷി, സൗരവ് ഭരദ്വാജ്, അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയായ സുനിത കെജ്രിവാൾ എന്നിവർ തിഹാർ ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടി നേരിട്ടത്. എന്തായാലും ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനത്തിന് പിന്നാലെ വ്യക്തമാക്കിയത് സത്യം വിജയിച്ചു എന്നാണ്. ഈ ജയിൽ മോചിതനായതിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത് BJPക്കെതിരായ തൻ്റെ പോരാട്ടം തുടരും. BJP ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിന് പിന്നാലെ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുത്തുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രചാരണം നടത്തുവാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്.